ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പരിഗണന, നമ്മൾക്ക് കിട്ടേണ്ട ഒരു പരിഗണന നമ്മൾ കിട്ടാണ്ടാവുമ്പോഴുള്ള ഒരു വേദന, ഒരു വലിയൊരു വേദനയാണ് അത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വേദനയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ വൈസ് ഞാൻ ഒരാൾക്ക് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ 100% ഇട്ടിട്ട് തന്നെ കൊടുക്കുക. ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിലും എന്നെ കൊണ്ട് എന്താണ് ആ സ്ഥാപനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചകഞ്ഞ് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലുള്ള പരിഗണന കിട്ടുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചിലവർ കാണാൻ ചത്ത് പണിയെടുക്കുന്നുണ്ടാവും ചില കമ്പനികളിലൊക്കെ. അവർക്ക് യാതൊരു പരിഗണന ഉണ്ടാവില്ല. ഒരു പണിയെടുക്കാതെ വളരെ തരികട അടിച്ചോണ്ട് അവർ തലയിൽ കയറ്റി വെച്ചിട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് നിർത്തിയിട്ടുണ്ടാവും. അത് ലാസ്റ്റ് അവർക്ക് തന്നെ പണി കിട്ടുമ്പോൾ അവർക്ക് അതിന്റെ റിയാലിറ്റി, ആരാണ് നല്ലത് ആരാണ് വിടക്കുക എന്നുള്ള റിയാലിറ്റി കറക്റ്റായിട്ട് മനസ്സിലാവും. അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഞാൻ മുമ്പ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. കമ്പനി മീൻസ് ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്ററും സ്പായൊക്കെ കൂടെയുള്ള ഒരു സെന്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് ഉമ്മക്ക് സുഖമില്ലാണ്ടാകുന്നു. ഉമ്മയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ടീം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എനിക്കെത്തി. അങ്ങനെ ഞാൻ പണിയെടുത്ത പൈസ ഇവരോട് ചോദിക്കേണ്ടായി. ചോദിച്ചപ്പോൾ പറയുമ്പോഴേക്കും ഓക്കെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അതിന് പിന്നെ തീരെ അവരെ ആൻസർ ചെയ്തില്ല. ഞാനൊരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ മരുന്ന് വാങ്ങാൻ പൈസ തികയാതെ നിന്നിട്ടാണ് അവരെ വിളിക്കുന്നത്. ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, 3000 രൂപയേ ഉള്ളൂ. പക്ഷെ 3000 രൂപ അന്ന് എനിക്ക് 3 ലക്ഷം കിട്ടുന്നതിന് തുല്യമായിരുന്നു. ഇന്നും അവർ ആ പൈസ തന്നിട്ടില്ല. പക്ഷേ ഇതിലൊന്നും മനസ്സിലാക്കേണ്ടത്, ഹിന്ദു മതമാവട്ടെ, മുസ്ലിം മതമാവട്ടെ, ക്രിസ്ത്യൻ മതമാവട്ടെ, ഇതിലൊക്കെ പറയുന്ന ഒരു തത്വമുണ്ട്. നിങ്ങളുടെ അണ്ടറിൽ അധ്വാനിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധ്വാനിച്ചവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ വേതനം നീ എത്തിക്കുക എന്നുള്ളത്. അതാണ് ആ ബിസിനസിന്റെ ഏറ്റവും വലിയ വളർച്ച എന്നുള്ളതും പറയുന്നുണ്ട്, വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ അടിയിൽ പണിയെടുക്കുന്നവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഒരു വിലയാണ് ഇവർക്ക് ബിസിനസ് എന്ന് പറയുന്ന ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ പരിഗണിക്കാത്തോടത്തോളം കാലം അവർക്ക് യാതൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. അത് സത്യം. ഇപ്പൊ ഞാൻ അന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നിട്ട് ഭയങ്കര കരഞ്ഞാകെ എന്ത് ചെയ്യും എന്നുള്ളതിൽ ഭയങ്കര ടെൻഷനായിട്ട് പടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ആ വേദന ദൈവത്തിന്റെ മുമ്പിലേക്ക് എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. കുറെ പൂജ ചെയ്തോ, മണി അടിച്ച് അടിച്ചിട്ട് കൊണ്ട് പൂജ ചെയ്തോണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഭക്തി എന്ന് പറയുന്നത്, ദൈവവിശ്വാസി എന്ന് പറയുന്നത് അവന്റെ വേദന കൊടുക്കുന്നതിനാണ് എത്തുക. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ അവർ പരാജയത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ. അതെന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആരുമാവട്ടെ അവർക്ക് അവരെ വേതനം തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ടൈമിൽ കൊടുക്കുക, അവരെ പരിഗണിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റുകയില്ല. തീർച്ചയായും നിങ്ങൾ ഓർമ്മിക്കുക, പരിഗണന അത് വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കും. താങ്ക് യു വെരി മച്ച്.